പ്രിയമുള്ളവരെ, PM അയ്യൂബ് മൗലവിയും ശ്രീമതി മീനു മുനീറും എൻ്റെ ഇന്നത്തെ ചർച്ചയ്ക്ക് കേന്ദ്ര വിഷയങ്ങളാകാനുള്ള കാരണത്തിലേക്ക് കടക്കാം. PM അയ്യൂബ് മൗലവി പേരുപോലെ ഒരു ഇസ്ലാമിക പണ്ഡിതനായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് യുക്തിവാദ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചു. അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയും റിലീജിയസ് ഇസ്ലാമിനെതിരെയും സുശക്തമായ പ്രതികരണങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹത്തെ ഗ്ലോബൽ എസൻസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നന്നായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹവും ഒരുമിച്ച് കൈരളി ചാനലിലെ ഒരു ചർച്ചയിൽ അടുത്തടുത്താണ് ഇരുന്നത് എന്നതും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നതും സന്ദർഭവശാൽ ഓർക്കുന്നു. ഇവിടെ എന്തിനാണ് സഹോദരി മീനു മുനീറിനെ കുറിച്ച് കൂടി പറയുന്നത്? ജന്മം കൊണ്ട് ക്രൈസ്തവ പശ്ചാത്തലമുള്ള സഹോദരി മീനു അവരൊരു ചലച്ചിത്ര താരമാണ്. ആ മാന്യ ചലച്ചിത്ര താരം അല്ലെങ്കിൽ ആ സഹോദരി, അവരെ ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ സെബാസ്റ്റ്യൻ പുന്നക്കലുമായും അതുപോലെ സാമുവൽ കുളഞ്ഞിക്കൊമ്പിലുമായും ഒക്കെ സംസാരിക്കുന്ന രംഗത്താണ്. അതിൽ ഈ മീനു മുനീർ കൃത്യമായി ഒരു ഇസ്ലാമിക പക്ഷത്ത് നിന്നുകൊണ്ട് കൃത്യമായി പർദ്ദയോ ശിരോവസ്ത്രമൊക്കെ ധരിച്ച് അതിൻ്റെ മഹത്വം ഊന്നിപ്പറഞ്ഞുകൊണ്ട് നിരവധി സംഭാഷണങ്ങൾ വരുന്നതും കണ്ടു. ഇവർ തമ്മിൽ എന്താണെന്നായിരിക്കും? ഒന്നുമില്ല, അവർ രണ്ടാളുകളും തീർച്ചയായും നമ്മുടെ സഹോദരങ്ങളാണ്. ആ ബന്ധങ്ങൾക്കൊരു ഉലച്ചിലുമില്ല. വിശേഷിച്ച് PM അയ്യൂബ് മൗലവിയോട് കലഹിക്കേണ്ട ഏതെങ്കിലും ഒരു കാരണം എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ഘട്ടം അദ്ദേഹം ഇസ്ലാമിൻ്റെ വക്താവായി ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു വന്നതായി കേട്ടു. ഇതേപ്പറ്റി രവിചന്ദ്രൻ സി ചില പ്രതിപാദനങ്ങൾ നടത്തി. അത് വ്യക്തിപരമായതുകൊണ്ട് ഒരു ചർച്ചയ്ക്കുള്ളിലേക്ക് ഒരാളുടെ വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് യുക്തമല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇത്തരം സ്വതന്ത്ര ചിന്തകർ അയ്യൂബ് മൗലവിയെ ആശയപരമായിട്ട് തീർക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലെ സ്വകാര്യതകൾ ഇവിടെ പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു, ഈ അയ്യൂബ് മൗലവി എന്ന മാന്യദേഹം ഇന്നിപ്പോൾ ഇസ്ലാമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനൊരു ഇസ്ലാമിക ബോധമുണ്ട് എന്ന് പറയാൻ വയ്യ. അതിൻ്റെ കാരണം എന്തെന്നാൽ അദ്ദേഹം തന്നെ മുൻപ് ചെയ്തു വച്ച ഏറ്റവും ശക്തമായ ഇസ്ലാമിക വിമർശനം, അതും അദ്ദേഹം ഇസ്ലാമിക വിമർശകനായിട്ട് ജീവിതം ആരംഭിച്ച ആളല്ല, ശക്തമായി ഇസ്ലാമിനെ സ്ഥാപിക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചിട്ട് മൗലവിയായിരുന്നിട്ട് പിന്നീട് ആ പേര് പോലും മാറാതെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചു പോന്നു. അദ്ദേഹം പല ചർച്ചകളിൽ വരാമെന്നൊക്കെ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ എനിക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിരുത്തിയ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ നമ്മുടെ ചർച്ചയിൽ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ മുസ്ലിങ്ങളുടെ ഒരാവശ്യകതയില്ല. ഇതാണ് അതിലെ കാര്യം. ഏതായാലും ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് തീർച്ചയായും മനസാക്ഷിയെ വഞ്ചിച്ചു തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ സംവാദത്തിലേക്ക് ക്രമേണ വരാം. ഇനി എന്താണ് സഹോദരി മീനു മുനീറുമായിട്ടുള്ള ഈ വീഡിയോയിലുള്ള എൻ്റെ പ്രശ്നം എന്ന് പറയാം, ആശയപരമായിട്ടുള്ളത്? അവർ 2 വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ട് സെബാസ്റ്റ്യനുമായിട്ടും പ്രിയപ്പെട്ട കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവലുമായിട്ടും നടത്തുന്ന ചർച്ചകൾ കണ്ടു. വളരെ അഗ്രസീവായിട്ട് ഇസ്ലാമിന് വേണ്ടി വാദിക്കുകയും ഇസ്ലാം ഒരു സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതുമൊക്കെ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സെബാസ്റ്റ്യൻ്റെ വളരെ കൃത്യതയാർന്ന ചോദ്യങ്ങൾക്കൊക്കെ മുമ്പിൽ അവർ വളരെ അഗ്രസീവായി തന്നെ പെരുമാറി മറുപടി പറയുന്നതും കേട്ടു. എനിക്ക് സെബാസ്റ്റ്യനോട് ചോദിക്കേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് പോയത്? ആവശ്യമില്ലായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു. ഞങ്ങൾക്കങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. വ്യത്യസ്തനാണ് ഈ കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ. അദ്ദേഹം വളരെ കൃത്യമായൊരു ചോദ്യം ഈ സഹോദരിയോട് ചോദിക്കുന്നുണ്ട്. യാഹ്വേ തന്നെയാണ് ദൈവമെങ്കിൽ അള്ളാഹ് എന്ന സ്ഥാനത്ത് യാഹ്വേ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ അള്ളാഹു ഏകനാകുന്നു എന്നുള്ള കലിമ ചൊല്ലാമോ? ആ ചോദ്യത്തിൽ
അവർ അല്പം പെട്ടു. അതൊന്നും പ്രശ്നമല്ല, കാരണം അവർ സ്കോളറൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അത് ഗൗരവമല്ല. ഇന്നിപ്പോൾ അവർ നമ്മുടെ പൊതു മാധ്യമ രംഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ആ വസ്ത്രധാരണത്തോടെ അല്ല, അത്തരത്തിലെ ഒരു ഏതെങ്കിലും മതചിഹ്നങ്ങൾ അണിഞ്ഞുമല്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ് കേട്ടോ. ഈ അയ്യൂബ് മൗലവിക്ക് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എന്നൊരു പദത്തെ പിടിച്ച് നമ്മൾ ഈ ചർച്ച ഡൈവേർട്ട് ചെയ്യരുത്. എല്ലാവരുടെയും സ്വാതന്ത്ര്യം അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. നാളെ ഇവർ രണ്ടാളുകൾക്കും ഹിന്ദു ആയിരിക്കാനോ ബുദ്ധിസം സ്വീകരിക്കാനോ അഗ്നോസ്റ്റിക് ആയിരിക്കാനോ അതുമല്ലെങ്കിൽ ഈ രണ്ടാൾക്കും എല്ലാവർക്കും എന്ന പോലെ ഇസ്ലാമിനെ പ്രസംഗിക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ ഇതൊന്നുമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്തരമൊരു സഹോദരി ഇസ്ലാമിനെ സ്വീകരിച്ച് വരുമ്പോൾ ഇവിടുത്തെ ദാവക്കാർ അവരെ സമൂഹമധ്യേ അവതരിപ്പിച്ചതെന്നറിയണ്ടേ? അവർ തന്നെ മുമ്പ് അഭിനയിച്ച ചിത്രങ്ങൾ അഡൾട്ട്സ് ഓൺലി ചിത്രങ്ങളായിരുന്നെന്നും ആ ചിത്രങ്ങളിൽ അഭിനയിച്ചതിൽ അവർക്കിപ്പോൾ കുറ്റബോധമുണ്ടെന്നും സ്ത്രീകൾ ശരീരം ഔറത്ത് അല്ലെങ്കിൽ ലജ്ജ കംപ്ലീറ്റ് മാറ്റി അങ്ങനെ മൂടുപടമണിഞ്ഞ് തന്നെ വരണമെന്നും ശടിച്ച് പറയുകയും അത് നവാഗതയായ ഒരു കൺവേർട്ടർ മുസ്ലിമിന് ഇത്രയും ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റ് പരമ്പരാഗത മുസ്ലിങ്ങൾക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവർ രംഗപ്രവേശം ചെയ്യുകയും ഇതിന് വലിയ പ്രചരണം ഇസ്ലാമിക സമൂഹം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ ഇവരെപ്പറ്റി എന്താണ് ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ ദാവക്കാർക്ക് പറയാനുള്ളത്? അവരൊരു അഭിപ്രായ പ്രകടനം ആവശ്യമാണ്. എന്തെന്നാൽ അവരിലിപ്പോൾ ആ ഭക്തിയുടെ തീവ്രത കാണുന്നില്ല. വേഷവിധാനങ്ങളിൽ അവർക്ക് ആ മുസ്ലിം പക്വത അവർ തന്നെ അവകാശപ്പെട്ട, അവർ പണ്ടുകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന മറ്റു സ്ത്രീകളെ വിമർശിക്കുമ്പോൾ അവരെടുത്ത ആത്മാർത്ഥത ഇന്നിപ്പോൾ പത്രസമ്മേളനങ്ങളിലും പൊതുവിലും വന്ന് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ കാണാനില്ല. ഇതാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത ഒരു കാര്യമുണ്ട്. ഇനി ഇത് പറഞ്ഞാൽ അവരുടെ ആരോപണങ്ങൾ ഇസ്ലാമിക പക്ഷത്തു നിന്നല്ല, ഒരു സ്ത്രീ അനുഭവിച്ച വേദനയാകിയാൽ അവരനുഭവിച്ച പ്രശ്നങ്ങളാകിയാൽ തീർച്ചയായിട്ടും അതിലെ സത്യസന്ധതയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് കേരളക്കര അവരുടെ കൂടെ നിൽക്കും. അത് ജാതിമത ഭേദമന്യേ നിൽക്കണം, അതാണ് സത്യം. ശരിയാണെങ്കിൽ ആ ശരിയും തെറ്റുമൊക്കെ കോടതിയും അന്വേഷണ സംവിധാനങ്ങളും കണ്ടുപിടിക്കട്ടെ. അല്ലെങ്കിൽ കൂടി ഒരു സ്ത്രീ എന്ന നിലയിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട പരിഗണന അവർക്ക് കൊടുക്കണം എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ പ്രശ്നം അതല്ല. ഇന്നിപ്പോൾ അവരുടെ വേഷവിധാനങ്ങളിൽ രീതികളിൽ അവരവലംബിക്കുന്നത് ഇസ്ലാമ്യമായ ഒരു സംസ്കാരമല്ലാതിരിക്കെ ഇത്തരം ആളുകളുടെ പക്വത, അവരുടെ വിശ്വാസപരമായ ആഴം പരിശോധിക്കാതെ അവരെ ഇത്തരത്തിൽ പ്രൊജക്റ്റ് ചെയ്താൽ അത് എങ്ങനെയാണ് നിങ്ങളുടെ ആ വിശ്വാസത്തിൻ്റെ ദൃഢതയെ നാളെ ഒരിക്കൽ ചോദ്യം ചെയ്യാൻ കാരണമാവില്ലേ? അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പറ്റിയ ഒരബദ്ധം തന്നെയാണ്. ഇത്തരം ആളുകളെ നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കും മുമ്പ് വല്ലാതെ ആഘോഷിക്കുന്നു, അതാണ് പ്രശ്നം. ഇതുപോലെ അയ്യൂബ് മൗലവിയെ കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യിക്കുന്നത് തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കലാണ്. കാരണം അയ്യൂബ് മൗലവി എത്ര ശ്രമിച്ചാലും ജബ്ബാർ മാഷ് പറയുന്ന വാദങ്ങളെ ഖണ്ഡിക്കാൻ കഴിയില്ല, അതൊരു സത്യമാണ്. പിന്നെ അയ്യൂബ് മൗലവി നമുക്ക് ജയിപ്പിക്കാൻ വഴിയുണ്ട്, അത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. എന്തെന്നാൽ ഞാൻ ഈ ഡിബേറ്റ് ആദ്യയോടൊന്നും കണ്ട ഒരാളാണ്. കാരണം ഞങ്ങൾക്കും ഒരാകാംക്ഷയുണ്ട്. അപ്പോൾ ഈ ഡിബേറ്റിൽ ആദ്യം മുതലേ നിങ്ങൾ ജയം ആഘോഷിച്ചുകൊണ്ടാണ് കമൻ്റ് ഇടുന്നത്. ജബ്ബാറിന് വെള്ളം കൊടുക്കൂ, ജബ്ബാർ വിറയ്ക്കുന്നു, ജബ്ബാർ ബപ്പപ്പാടിക്കുന്നു, ജബ്ബാർ ക്ഷീണിതനാണ്, ജബ്ബാർ മാഷയെ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതിങ്ങനെ തുടരുകയാണ്. അതിന് ഒരമുക്കാൽ മണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അതിൽ കുറേയൊക്കെ ഒരു ശരിയുണ്ട്. ഇത് തുടക്കം മുതൽ ഒരാൾ പറഞ്ഞ പോലെ സിനിമ കാണാൻ പോയിട്ട് തുടക്കം മുതൽ ഇൻ്റർവെല്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ തുടക്കം മുതൽ ഇതാണ് പണി. പക്ഷേ ജബ്ബാർ മാഷ് ഉയർത്തിയ ഏറ്റവും ഗഹനങ്ങളായ ആ ചോദ്യങ്ങളെ ഒന്നും കണ്ടില്ല എന്നാണ് അയ്യൂബ് മൗലവി നടിച്ചത്. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. സാങ്കേതികമായ ചില കാര്യങ്ങളാണ് അയ്യൂബ് മൗലവി പറയുന്നത്. എക്സാമ്പിൾ, വിശദമായ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട്. ഇവിടെ സമയത്തിൻ്റെ അപര്യാപ്തതയുണ്ട്. അതേതൊരാളും പറയുന്ന കാര്യമില്ലേ. ആ ചെറിയ സമയത്തിനുള്ളിൽ വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലുത്തരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടുന്ന് ഞാൻ ഒളിച്ചോടുന്നു എന്നുള്ള നിലയിലല്ലല്ലോ കാണേണ്ടത്. ഇനി അറബി അറിയാതെ ഖുർആൻ വ്യാഖ്യാനിച്ചു എന്ന രൂപേണയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ അറബി ഭാഷയുടെ തന്നെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടും അള്ളാഹു എന്ന ദേവനെക്കുറിച്ച് ഇതിനു മുമ്പ് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചും ഒടുവിലായിട്ട് കൃത്യമായി കുൻ എന്ന പ്രഖ്യാപനത്തോടെ ഇതെല്ലാ ഭാഷകളിലും ഇറക്കാൻ അള്ളാഹു എന്തുകൊണ്ട് തയ്യാറായില്ല ഇത്യാദി ചോദ്യങ്ങൾ
ഗഹനങ്ങളായ ചോദ്യങ്ങളാണ്, ഗുരുതരങ്ങളായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ അയ്യൂബ് മൗലവിക്ക് കഴിയുന്നില്ല. ഇവിടെയാണ് നിങ്ങളുടെ സംവാദകരുടെ ഇത്തരത്തിലെ ഒരു പ്രതിസന്ധി. എന്തെന്നാൽ ഗഹനങ്ങളായ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളവിടെ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്ന കുറേ രീതികളുണ്ട്. എക്സാമ്പിൾ, മുഹമ്മദ് വിമർശിക്കപ്പെടുന്നയിടത്ത് എതിർപക്ഷം മാന്യത പുലർത്തുന്നില്ല, വിമർശനങ്ങളിൽ മാന്യത കാണിക്കുന്നില്ല, ഇത്യാദി രീതികൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു. തെറി പറയുന്നു എന്നൊക്കെയുള്ള ശൈലികൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് അതിൻ്റെ ഗൗരവമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ അക്ബർ സാഹിബ് പണ്ട് ആഴക്കടൽ ഇരുട്ട് നടത്തിയിട്ടും ഇതേ രൂപത്തിലാണ് നിങ്ങളുടെ ശൈലി പ്രതികരണം ഉണ്ടായത്. അക്ബർ ജയിച്ചിരിക്കുന്നുവെന്ന് കയറുന്നതിന് മുമ്പ് ഉറപ്പിച്ച് നിങ്ങൾ കമൻ്റ് ഇടുന്ന ഒരു ശൈലിയുണ്ട്. ഇതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ഒരാളെങ്കിലും നിങ്ങളുടെ കൂടെ ഇത് സത്യസന്ധമായി വിലയിരുത്തുകയും ഇങ്ങനെയല്ല സംവാദങ്ങൾക്ക് ഒരുങ്ങിപ്പോകേണ്ടത് എന്ന് പറയുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല. പകരം സംഭവിക്കുന്നത്, ജംഗ്ഷൻ മുഹമ്മദ് പിന്നെ പോട്ടെ, അദ്ദേഹത്തിന് എവിടെ ആരെന്ത് ചെയ്താലും ഇസ്ലാമിനെതിരെയാണ് അത് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് എതിരാളികളെ അപഹസിച്ചൊരു ചിരിയും ചിരിച്ച് രംഗത്ത് വരും. അദ്ദേഹത്തെ കാര്യമായിട്ട് എടുക്കാനില്ല. കാരണം അദ്ദേഹത്തിന് ഹദീസും ഖുർആനും ഒന്നും അറിയില്ല, ആരെന്താ പറയുന്നൊന്നും ഒരു പിടിയില്ല. ഇങ്ങനത്തെ ഒരു രീതിക്കാരനാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ തന്നെ പല ഗ്രൂപ്പുകൾ വിട്ടിട്ട് ഈ ജബ്ബാർ തോറ്റോടി പനി പിടിച്ചു അസുഖം എന്നൊക്കെ പറഞ്ഞുള്ള ഒരാഘോഷമാണ് കാണുന്നത്. ഏതായാലും ഇവിടെ ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പ് നിൽക്കുന്നു. വേണ്ടത്ര ഗ്രാഹ്യമില്ലാതെ ഒരു വിഷയവുമായി സംവാദത്തിന് ഇറങ്ങുമ്പോൾ അപരനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക ധാരണ എങ്കിലും ഈ പോകുന്ന ആളുകൾക്ക് വേണം. അതില്ല എങ്കിൽ ഉണ്ടാകാവുന്ന റിസൾട്ട് വളരെ വേദനാജനകമാണ്. അതിൻ്റെ ഒടുവിലത്തെ തെളിവാണ് അയ്യൂബ് മൗലവിക്ക് സംഭവിച്ചത്. എന്തെന്നാൽ അയ്യൂബ് മൗലവി ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥത കുറയുന്നു. ആത്മാർത്ഥത കുറയാൻ കാരണം അയ്യൂബ് മൗലവിയുടെ ഉള്ളിലറിയാം താനിപ്പോൾ സ്വീകരിച്ചത് ഈ വിശ്വാസ നിലപാട് അത് ആത്മാർത്ഥതയിൽ നിന്നല്ലെന്നും തൻ്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ തനിക്കിങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയൂ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് കൂടെ വരുന്ന നിങ്ങളെ അദ്ദേഹത്തിന് പ്രീതിപ്പെടുത്തിയേ കഴിയൂ. നമുക്കതിനൊരു മറിച്ചൊരു ഉദാഹരണം പറയാം. ഈ ആരിഫ് മുഹമ്മദ് ഖാനെ എടുത്താലും നമ്മുടെ അബ്ദുള്ളക്കുട്ടി എടുത്താലും അവർ മറ്റ് സംഘികളെക്കാൾ കൂടുതൽ ആത്മാർത്ഥത പുലർത്തി സംഘപരിവാരങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് പോയ സംഘികളുണ്ടെങ്കിൽ അവർ ഈ മറ്റ് ഹിന്ദുക്കൾക്കില്ലാത്ത വിധത്തിലെ ആവേശം സംഘികളെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഘപരിവാറിലെ അവരെ ചേട്ടന്മാർ വിശ്വസിച്ചു കൊള്ളണം, ഒട്ടും മുസ്ലിം രക്തം ഈ അബ്ദുള്ളക്കുട്ടിയിലില്ല, അതല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനിലില്ല. അവർ പൂർണ്ണമായും ഇപ്പുറത്ത് വന്നു. അതിനാണ് അബ്ദുള്ളക്കുട്ടി രാമനാമം ജപിക്കുക, രാമരാമ എന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് വിമർശിക്കുക. അതിൻ്റെ ഒരു സൈക്കോളജി അതാണ്. അത് മറുവശമാണ് ഇതുപോലെ തന്നെ ഈ ബഹുമാനപ്പെട്ട PM അയ്യൂബ് മൗലവിക്ക് കൂടുതൽ ഇപ്പോൾ നിരീശ്വരന്മാരെ ആക്രമിച്ചേ പറ്റൂ. കാരണം ആക്രമിക്കുന്നത് ഞാൻ പഴയ ഞാനല്ല നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മനഃശാസ്ത്രപരമായ ഒരു വ്യഗ്രതയാണ്. പക്ഷെ അതിനുവേണ്ടി അദ്ദേഹം പോയിട്ട് ഈ ജബ്ബാർ മാഷിനെ പോലെ ഒരാളുടെ മുമ്പിൽ തലവെച്ച് കൊടുക്കേണ്ടിയിരുന്നില്ല. പിന്നെ ഇത്തരത്തിലെ ആളുകളെ സംബന്ധിച്ചോളം അദ്ദേഹമല്ല, അദ്ദേഹത്തിനറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ഗുണം, നിങ്ങളെപ്പോലെ ചില അനുഗാമികളുള്ളിടത്തോളം തോൽവി വരത്തേയില്ല. കാരണം എത്ര നിങ്ങൾക്ക് ഈ അടിവ് പറ്റിയാലും അത് തിരിച്ചറിയാനുള്ള ഒരു പ്രാഥമിക ബോധം പോലും ഇല്ല. ഇതാണില്ലേ പ്രശ്നം. അപ്പോൾ ജംഗ്ഷൻ മുഹമ്മദ് ആകട്ടെ, പിന്നീട് സംവാദ വിശകലനം നടത്തിയ കക്ഷികളാകട്ടെ, ഇവിടെയെല്ലാം നിങ്ങൾ നടത്തുന്ന ഈ ആഘോഷം സ്വയം നിങ്ങളെ അപഹാസ്യരാക്കാനേ കഴിയൂ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധവും വിവേകവും വരട്ടെ. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ നവാഗതരായിട്ടുള്ള മുസ്ലിങ്ങളെ അവരെ ഈ വിധത്തിൽ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ ഒടുവിലത്തെ അപാകതയാണ് ഈ മുനീറിനെ ഉപയോഗിച്ച് അന്ന് നിങ്ങൾ നടത്തിയ പ്രചാരവേലകൾ. അതിൻ്റെ അർത്ഥം പുതുതായി വന്നവരെ തള്ളിക്കളയണമെന്നൊന്നുമല്ല. അവർക്കതിൻ്റെ ആർജവവും പക്വതയും വരുമ്പോൾ അങ്ങനെയുള്ളവരെ പ്രയോജനപ്പെടുത്തണം. ഇതേ കാര്യം ക്രിസ്ത്യാനിറ്റിയിലുണ്ട് കേട്ടോ. ഇങ്ങനത്തിൽ പുതുതായിട്ട് വരുന്ന ഒരാളെ പ്രൊജക്റ്റ് ചെയ്ത് അബദ്ധത്തിൽ ചെന്ന് വിടുന്ന രീതികളുണ്ട്. ഇതേപോലെ അതുകൊണ്ട് അവർക്ക് ആ വിശ്വാസത്തിൽ ഉറയ്ക്കുമോ, അവർ നേരാവണ്ണം ഇതിൻ്റെ വക്താക്കളാകുമോ എന്നുള്ള ചോദ്യം നാളെ വരാതിരിക്കാൻ ഏത് പ്രത്യയശാസ്ത്രത്തിലും നവാഗതരെ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലെ ചില പരിമിതികൾ നിരീശ്വരവാദികൾക്കുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടൻ അയാളുടെ കാലിബർ മനസ്സിലാക്കാതെ അയാളെ തെറ്റായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഒരു തെറ്റായ ഉപയോഗത്തിൻ്റെ തിരിച്ചടിയാണ് അയ്യൂബ് മൗലവിയുടെ അവർക്ക് കിട്ടുന്നത്. ഇന്ന് അതേ അയ്യൂബ് മൗലവി ഒരു സ്വത്വ പ്രതിസന്ധി നേരിടുന്നതുകൊണ്ട് നിങ്ങളരികിലും അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യ. കാരണം നിങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം,
ഈ അയ്യൂബ് മൗലവിയുടെ മനസ്സിപ്പോഴും കിടക്കുന്നത് പഴയ യുക്തിവാദ തലത്തിൽ തന്നെയാണ്. അദ്ദേഹം ഒരു മനുഷ്യ നിലയിലെ ആന്തരിക സംഘർഷം, അദ്ദേഹം നിസ്കരിക്കുമ്പോഴും ഈ ബാങ്ക് വിളിക്കുമ്പോഴും ഈ പരിപാടികളെല്ലാം ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ മുഹമ്മദോ അള്ളാഹുവോ ഒന്നും ആശേഷമില്ല. ഇതാണ് കാര്യം. ഇനി പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൻ്റെ പേരിലോ ഒരു വിവാഹ ആവശ്യത്തിൻ്റെ പേരിലോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എല്ലായിടത്തും ഇതൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലോ ഒരാൾ മതം മാറുകയോ വിശ്വാസം സ്വീകരിക്കുകയോ ചെയ്താൽ അവരെ അമിതമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക വഴി ഈ അബദ്ധം എല്ലാവർക്കും സംഭവിക്കും. അത് മുൻകാലങ്ങളിൽ സംഭവിച്ച ഇത്തരം അബദ്ധങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഒട്ടേറെ വിയർക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നം നിൽക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഒരു സംവാദ മേഖലയെ അഭിമുഖീകരിക്കുമ്പോൾ വേണ്ടത്ര ഒരുക്കത്തോടെ ആത്മാർത്ഥതയോടെ പോകാത്ത വർഷം നിങ്ങൾക്ക് സ്വയം വിജയം പ്രഖ്യാപിച്ച് അങ്ങനെ ഈ പ്രതിസന്ധിയെ മാറാനുള്ള അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള ഒരു മെയ്വഴക്കമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് ആ വഴി പക്ഷേ ശാശ്വതമാവില്ല. നമ്മുടെ ആരിഫ് പറഞ്ഞ പോലെ കൃത്യമായി സംഭവിക്കുന്നത് നിങ്ങൾ അവസാനഘട്ടം മറ്റുള്ള ആളുകൾ ഇത് കണ്ടിട്ട് പിന്നാലെ വരുന്ന മുസ്ലിം യുവാക്കൾക്ക് ഇത് തിരിച്ചറിയാനായിട്ട് പറ്റും. അവർ പ്രതികരിക്കും, അവർ മതം വിടും. അങ്ങനെ അലിയാർ കാസിമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 10,000-കണക്കിന് മുസ്ലിങ്ങൾ ഇന്ന് മതം വിടുന്നു. അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ദാവാക്കാരും അവർ നടത്തുന്ന പ്രചാരവേലകളുമാണ്. അവർ ഗുണത്തിനായി ചെയ്യുന്നത് ദോഷകരമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിരിച്ചറിവിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ഇനിയെങ്കിലും സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.